ഹലോ ഗൈസ്, വൈകുന്നേരമൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. വീണ്ടും തൊട്ടപ്പുറത്ത് പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, പപ്പയുടെ ചോദിച്ചിട്ട് 20 റിയാലും ഞാൻ എങ്ങനെയൊക്കെയോ മേടിച്ചെടുത്ത് ഇതേ കിടക്കുന്ന നമ്മുടെ വണ്ടിയുടെ താക്കോൽ എടുക്കുന്നു. ഓടത്തെല്ലാം വാച്ച് വരുന്നോട്ടെ, ചത്താലും ചമഞ്ഞ് കിടക്കണമല്ലോ. ഇതാണ് നമ്മുടെ പുതിയ കട. നമ്മുടെ നാട്ടിൽ അത്ര വലിയ ചെണ്ടോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊന്നും ഒരു ഓളമില്ലല്ലേ, എന്നാലും കുഴപ്പമില്ല, നോക്കാം. അപ്പൊ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഇതാരാണോ? നമ്മളെ വിളിച്ച് കയറ്റാൻ വേണ്ടി ആളെ വരെ അവർ പൊക്കത്ത് നിർത്തിയേക്കാം. നല്ല സാരമില്ല, ഞങ്ങൾ മലയാളി നമ്മളെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് പുതിയ കടയായതുകൊണ്ട് ഒന്നും പറയാനില്ല. 20% ഡിസ്കൗണ്ട്സ് പറയുന്നുണ്ട്. പക്ഷേ ഈ കടയുടെ തൊട്ടപ്പുറത്ത് വേറെ കടയുണ്ട്, അവിടെ ഹാഫ് റേറ്റ് നമുക്ക് ഫുൾ സാധനം കിട്ടും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തുകൊണ്ട് ലാഭം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് സലാമും പറഞ്ഞ് ഇവരോട് തിരിച്ച് കാണിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ പഴയ കടയിലോട്ട് പോകണം. ഗൈസ്, ഈ അഫ്ഗാനി ചേട്ടൻ്റെ കടയാണ് എൻ്റെ സ്ഥിരം കട. ഇവിടെ നമ്മൾ ന്യൂസ് ഫഹം, അതായത് പകുതി ഫഹം മേടിച്ച ഒരു ഫുൾ കോഴി നമുക്ക് അവർ തരും. അല്ലാക്കി കസം അബുക്കും തുറക്കുക സിസേ വാൽ തോറും ഇനി നമ്മൾ നേരെ ഓടി ചെല്ലുമ്പോൾ കാണുന്നു എന്തൊക്കെ സാധനങ്ങളാ, എന്തൊക്കെ എടുക്കണമെന്ന് പിടിച്ചില്ല. എന്നാൽ നമ്മുടെ പൈസ നമുക്ക് കുറവായിട്ട് നേരെ പോകുന്നു. സമയം വേണ്ട, പെപ്സി തന്നെ പിടിച്ചേക്കാം. പെപ്സി എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നു. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, കയ്യിൽ ഒരു ഗുബൂസും കൂടെ. ഹൈ ക്വാളിറ്റി പാക്കിംഗ് അല്ല, കാരണം ഓഫറിന് മേടിക്കുന്നില്ല, ഇതൊക്കെ തന്നെ ധാരാളം. ഇതിനകത്ത് ഉള്ള സാധനം കണ്ടോളൂ ഗൈസ്. എന്താണ് കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. കുഴപ്പമില്ല. ഇത് പപ്പയും മമ്മിയും കൊടുത്തിട്ട് ഈ വലിയ പീസ് ഞാൻ എടുക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.